ഹലോ, സിംപ്ലി ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കണക്ക് കൂട്ടാം എന്നതിൻ്റെ പാർട്ട് 4 അതായത് അവസാന പാർട്ടാണിത്. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് എല്ലാവരും പെട്ടെന്ന് പോയിട്ട് നോട്ട്ബുക്കും പെൻസിലോ പെന്നോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ കേട്ടോ. അപ്പം വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് പെട്ടെന്ന് പോയി എടുത്തിട്ട് വന്നേ. അപ്പോൾ പെന്നും പെൻസിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കൊക്കെ എടുത്തിട്ട് റെഡി ആയിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഈ 3 ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞില്ലേ, ഈ ക്ലാസ്സിൻ്റെ ഒരു വിലയിരുത്തലാണ്. അതായത് ഒരു ചെറിയ കുഞ്ഞ് എക്സാമാണ്. അപ്പം ഞാനിവിടെ ഈ വൈറ്റ് ബോർഡിൽ ക്വസ്റ്റ്യൻ തരും. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യന് നോട്ട്ബുക്ക് അതേപോലെ എഴുതിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കണക്കാണ് 821 കൂട്ടണം 330. ഈ കണക്ക് നോട്ട്ബുക്കിൽ എഴുതുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക. അതേപോലെ അടുത്തൊരു കണക്കാണ് 536 കൂട്ടണം 821. അടുത്തൊരു കണക്ക് 800 കൂട്ടണം 500. ഈ 3 കണക്കും എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക, അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. അപ്പം വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് പൗസ് ചെയ്യുക. ഓക്കെ, വീഡിയോ പൗസ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തിയിട്ട് വീണ്ടും വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ ഓണാക്കണം. ഓക്കെ, അപ്പോൾ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കണക്കൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ പൗസ് ചെയ്ത് തിരിച്ചു വന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഉത്തരം എഴുതാൻ പോവാണ്. അപ്പോൾ ആർക്കൊക്കെ ഉത്തരം കിട്ടിയെന്ന് നോക്കിട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കണക്കാണ് 1 കൂട്ടണം 0. 1 കൂട്ടണം 0 എത്രയാ? ഒരു മിഠായിക്ക് 0 മിഠായി കൂട്ടിയാൽ 1 തന്നെയാണല്ലേ, 1. അടുത്ത കണക്കാണ് 2 കൂട്ടണം 3. 2 കൂട്ടണം 3 എത്രയാ? 2 കഴിഞ്ഞാൽ 3, 4, 5. 5. ഉത്തരം കിട്ടിയില്ലേ? അടുത്തത് 8 കൂട്ടണം 3. 8 കഴിഞ്ഞാൽ 9, 10, 11. ഇതാണ് നമ്മുടെ ഉത്തരം. എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ. 1151 ഉത്തരം കിട്ടി. അത് ശരിയാണെങ്കിൽ ഒന്ന് ശരി ഒന്ന് ചെയ്തേ, ഒന്ന് ടിക്കിട്ടേ. അതേപോലെ എന്താണ്, എത്രണ്ണം ശരിയായി? ഇപ്പം 3 ശരിയായിട്ടുണ്ടെങ്കിൽ 3 എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇനി 2 ശരിയായിട്ടുണ്ടെങ്കിൽ 2 എന്ന് കമൻറ്റ് ചെയ്യണം. 1 ശരിയായിട്ടുണ്ടെങ്കിൽ 1 എന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത കണക്കാണ് 6 കൂട്ടണം 1. 6 കഴിഞ്ഞാൽ 1 കൂട്ടിയാൽ 7. 3 കൂട്ടണം 2. ഇതേപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ, 2 കൂട്ടണം 3 അല്ലേ, അതേപോലെ തന്നെയാണ് 5. 5 കൂട്ടണം 8. 8 കഴിഞ്ഞാൽ പിന്നെ 9, 10, 11, 12, 13. 13 1357. അടുത്ത കണക്ക് വളരെ സുഖമാണ് ചെയ്യാൻ. കണ്ടോ, ഇവിടെ എല്ലായിടത്തും 0 ആണല്ലേ. 0 കൂട്ടണം 0 എത്ര തന്നെ? 0 തന്നെ അല്ലേ. അതേപോലെ അടുത്ത കണക്ക് 0 കൂട്ടണം 0 എത്രയാ? 0 തന്നെയാണ് ഉത്തരം. അടുത്തത് 8 കൂട്ടണം 5 എത്രയാ? 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 13. 1300. ഈ 3 ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 3 ശരിയായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ 3 എന്ന് എഴുതുക. ഇനി 2 ശരിയായിട്ടുണ്ടെങ്കിൽ 2 എന്ന് കമൻറ്റ് ചെയ്യുക. 1 ശരിയായിട്ടുണ്ടെങ്കിൽ 1 എന്ന് കമൻറ്റ് ചെയ്യുക, മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി ഇനി നമുക്ക് ഞാനിങ്ങനെ കണക്ക് തരും, അപ്പം തന്നെ അതിൻ്റെ ഉത്തരം വിളിച്ച് പറയണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണക്ക് 455 കൂട്ടണം 831. പറഞ്ഞോ. 5 കൂട്ടണം 1 എത്ര? 6. 5 കൂട്ടണം 3 എത്ര? 8. 4 കൂട്ടണം 8 എത്രയാ? കൂട്ടിക്കോ. കിട്ടിയോ? 12. കിട്ടിയില്ലേ? വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തില്ലേ. ഇനി ഒരു കണക്കും കൂടെ 820 കൂട്ടണം 415. പെട്ടെന്ന് ഉത്തരം കണ്ടെത്തിയേ. 0 കൂട്ടണം 5 എത്രയാ? 5 തന്നെയാണല്ലേ, 5 തന്നെയാണ്. 2 കൂട്ടണം 1 3. 8 കൂട്ടണം 4 എത്ര? 12. കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ആ കണക്ക് ചെയ്തു. ഇനി ഒരു കണക്കും കൂടെ തരാം. ഇനി 3 കണക്ക് തരും. ഈ 3 കണക്കിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ കണക്കാണ്
115 കൂട്ടണം 300. അടുത്തത് 383 കൂട്ടണം 415. അടുത്തത് 813 കൂട്ടണം 932. കണ്ടല്ലോ, 3 കണക്ക് എല്ലാവരും കണ്ടല്ലോ, കണ്ടില്ലേ? ഈ 3 കണക്കിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, നോട്ട്ബുക്ക് എടുക്കുക, ചെയ്യുക, എന്നിട്ട് ഉത്തരം കിട്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഇനി നമുക്കൊരു വലിയ കണക്ക് നോക്കിയാലോ. ഇത് ഇത്രയും നേരം നമ്മൾ ചെയ്തത് 3 അക്കം വെച്ചിട്ടുള്ള സംഖ്യയാണ്. 3 അക്കം എന്ന് പറയുമ്പോൾ എന്താ? ഇതിപ്പോൾ ഒരക്കം, 2 അക്കം, 3 അക്കം, അല്ലെങ്കിൽ 1, 2, 3. കണ്ടോ, ഇവിടെയൊക്കെ എത്ര അക്കങ്ങളാണ് ഉള്ളത്? 1, 2, 3. 3 അക്കങ്ങളല്ലേ? 1, 2, 3. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 അക്കം വെച്ചിട്ടുള്ള സംഖ്യയാണ്. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. അപ്പോൾ 1000. 1000ത്തിന് എത്ര അക്കങ്ങളുണ്ട്? എത്ര അക്കങ്ങളാ? 1, 2, 3, 4 അല്ലേ? 1 ഇതാ, 2 ഇതാ, 3 ഇതാ, 4 ഇതാ. അപ്പോൾ 4 അക്കങ്ങളാണ് 1000-ത്തിനുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ 4 അക്കങ്ങളുള്ള ഒരു കണക്കൊന്ന് ചെയ്ത് നോക്കാം. 1321 കൂട്ടണം 1200. വളരെ സിമ്പിളല്ലേ ചെയ്യാൻ? 4 അക്കം വന്നാൽ നമുക്ക് കണക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും ഇല്ലേ? അതെ. 1 കൂട്ടണം 0 എത്രയാ? ഇതാണ് ഇവിടെ 1 ഉണ്ട്. 1 കൂട്ടണം 0 എത്രയാണ്? എത്രയാ? 1 തന്നെയല്ലേ? എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലേ? 2 കൂട്ടണം 0 എത്രയാ? 2 തന്നെയാണ്. 3 കൂട്ടണം 2 എത്രയാ? 5. 1 കൂട്ടണം 1 എത്രയാ? 2. കണ്ടോ, 4 അക്കം വെച്ചിട്ട് നമ്മൾ വളരെ സുഖമായിട്ട് നമ്മൾ ഈ കണക്ക് ചെയ്തു അല്ലേ? ഇത്ര പണിയുള്ളൂ കണക്ക് ചെയ്യാൻ. ഇനി ഒരു കണക്കും കൂടെ തരാം. 4 അക്കം വെച്ചിട്ടുള്ള സംഖ്യ 1500 കൂട്ടണം 1315. ചെയ്തേ. 0 കൂട്ടണം 5 എത്രയാണ്? 0 മിഠായി ഉണ്ട് ഒരു കുട്ടീൻ്റെ കയ്യിൽ. ഒരു കുട്ടീൻ്റെ കയ്യിൽ 5 മിഠായി ഉണ്ട്. അപ്പോൾ ആകെ എത്ര മിഠായിയാണ്? 5 തന്നെയാണല്ലേ? ആ 0 നമ്മൾ മിഠായി ആയിട്ട് കരുതോ? ഇല്ലല്ലോ, അവിടെ ഒറ്റ മിഠായി ഇല്ലല്ലോ, 0 മിഠായിയാണ് ഉള്ളതല്ലേ? ഇനി ഇതവിടെ വേറൊരു കണക്ക്. 0 കൂട്ടണം 1 എത്രയാ? 1. 5 കൂട്ടണം 3 എത്രയാ? 5 കഴിഞ്ഞാൽ 6, 7, 8. 8 ആണല്ലേ? 1 കൂട്ടണം 1 എത്രയാ? 2. 2815. വലിയ സംഖ്യയാണല്ലേ? ഓക്കെ. അപ്പം എല്ലാവരും കണക്ക് കൂട്ടുന്നത് ഒരക്ക സംഖ്യ, 2 അക്ക സംഖ്യ, 3 അക്ക സംഖ്യ, 4 അക്ക സംഖ്യ വെച്ചിട്ടുള്ള കണക്ക് ഇപ്പോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്ന 3 കണക്കിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കണക്ക് കൂട്ടാം എന്നതല്ല, കണക്ക് എങ്ങനെ കുറക്കാം എന്ന ഇതിൻ്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.